ഒരു ഹൈ റേഞ്ച് ആ ഒരു പോർഷനിലൂടെ ഒരുപാട് വണ്ടി ഓടിച്ചൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേസിന് അത്രത്തോളം ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും എനിക്ക് പോകണം, കാണണം, അങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് എടുക്കുന്ന ചില പ്ലേസസ് കാണുമല്ലോ, അങ്ങനെ എടുത്തിട്ടുള്ള ഒരു മൂവി പ്ലേസ് ഏതായിരിക്കും? എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടമുള്ളൂ. നമ്മളെ ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് മെയിൻ ആയിട്ടൊരു വീടും അവിടുത്തെ പറമ്പും അതൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു ലൈക്ക് കുറെ നല്ല മെമ്മറീസ് ഉള്ള ഒരു സ്ഥലമാണ്. മഹേഷിന്റെ പ്രതികാരം ഈ ജോഗ്രഫിയാണ്. പിന്നെ എനിക്ക് സുന്ദരി ഗാർഡൻസിൽ നമ്മള് എന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്തത് വാനില കൗണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. അതും എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ഓവറോൾ ചെയ്തിട്ടുള്ള മൂവീസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിനിമയുടെ ഒരു സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ് ചെയ്യുക, അങ്ങനെ ഒരു ഫാക്ടർ വന്നിട്ടുള്ള ഒരു സെറ്റ് ഏതായാലും എല്ലാ സെറ്റിനും ഉണ്ടാവും. നമ്മളൊരു എങ്ങനെ പോയാലും നമ്മളൊരു ഒരു മാസത്തോളം ഒരു സെറ്റിന്റെ കൂടെ വർക്ക് ചെയ്യും. ആൻഡ് യു വിൽ ബിക്കം വെരി ക്ലോസ് ടു ദാറ്റ് സെറ്റ്. അത് അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ മടുക്കും. ഒന്നാമത്തേന് ആ ഒരു ക്ലോസ്നെസ് വന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഫുൾഫിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പൊതുവെ ഫസ്റ്റ് 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം എല്ലാവരുമായിട്ട് മിങ്കിളായി ഒരു നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സ്പേസ് നമ്മളെല്ലാവരുമായിട്ടൊന്ന് ചില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഷൂട്ടിൽ വന്നാലും ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ടും നന്നായിട്ട് സംസാരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ബേസിക്കലി അങ്ങനെയാണ്. അപ്പം ദാറ്റ് ഈസ് സംതിങ് that makes me very comfortable. ഏത് സെറ്റ് ആണെങ്കിലും